കഴിഞ്ഞ 15-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒരു വാർത്ത കാണാനിടയായി. അത് VD സതീശൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റേതാണ്. അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരുമായി EP ജയരാജന് ബിസിനസ് ഇടപാടെന്നാണ്. ആദ്യം VD സതീശൻ മനസ്സിലാക്കേണ്ടത്, VD സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി കൊടുക്കുന്നു. VD സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്നാൽ ഞാൻ അപ്പോൾ കൊടുക്കാം. എനിക്കെന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ VD സതീശന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യ ഒരു ബിസിനസ്സിലുമില്ല. അവരൊരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡറായിരുന്നേ ഉള്ളൂ. ഞാൻ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡറാണ്. അതാണ് എനിക്കുള്ള ഏക ഷെയർ. ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഭാര്യയുടെ പേരിലുള്ള എല്ലാ ബിസിനസ് പ്രോപ്പർട്ടിയും VD സതീശൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാം. ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം. ഇപ്പോൾ ഈ കമ്പനികളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് നെറ്റിൽ ഒന്ന് നോക്കിയാൽ അപ്പോൾ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആര്, ഡയറക്ടർമാരാര്, വൈദികത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കുക. അത് നെറ്റിൽ എപ്പോഴും അടിച്ചാൽ കാണില്ലേ? ഓരോരുത്തരെയും ഷെയറിനെ സംബന്ധിച്ചും ഷെയർ വാല്യൂ സംബന്ധിച്ചും നെറ്റിലില്ലേ? എന്തിനാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യം പറയുന്നത്? VD സതീശനെ കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട്. VD സതീശനെ കുറിച്ച് നിയമസഭയിൽ തന്നെ നിയമസഭാംഗമായിട്ടുള്ള MLA ആയിട്ടുള്ള സഖാവ് അൻവർ ഒരു 150 കോടി മത്സ്യപ്പെട്ടിയിൽ പണം കടത്തിയ കാര്യം വിശദീകരിച്ചില്ലേ? ആ സഭയിൽ VD സതീശൻ ഉണ്ടായില്ലേ? VD സതീശനെ നിഷേധിക്കാൻ സാധിച്ചോ? ഒരു വാക്ക് പറഞ്ഞു. ഇനി നിയമസഭ ഒരു പരിരക്ഷ വേദി, അതുകൊണ്ട് അവിടെ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അൻവർ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? VD സതീശൻ എന്താ പ്രതികരിക്കാൻ കഴിയാത്തത്? അനധികൃതമായി 150 കോടി രൂപ കള്ളപ്പണം കൊണ്ടുവന്ന് ആ കള്ളപ്പണത്തിൻ്റെ മേലെ ഇരിക്കുന്ന നേതാവാണ് VD സതീശൻ. അത് കുറച്ചെന്തോ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം കമ്മിറ്റികൾ കൊടുത്തു. ആ പാരമ്പര്യവും ശീലവുമല്ല എനിക്ക്. അതാദ്യം അദ്ദേഹം മനസ്സിലാക്കണം. ഞാനിപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വീട് നിർമ്മാണവും വിദേശ ഫണ്ട് പിരിവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനപ്പുറവുമുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ആക്ഷേപം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ VD സതീശൻ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. വസ്തുതയുണ്ടോ? ഞാനുമായിട്ടൊരു ബന്ധം, ഒരു തരത്തിൽ പരിചയം ടെലിഫോണിൽ വരെ ഞാൻ ഇന്ന് വരെ സംസാരിക്കാത്ത ഒരാളാണ് അദ്ദേഹം. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്?